പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പി. ചിക്കൻ പാസ്തയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീറ്റ് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാസ്ത ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അതും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നും കൂടെ ഞാനിതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഒന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കല്ലുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇടിക്കുക. അത് ചതഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയായി കിട്ടും. ഇപ്പോൾ എടുത്തിട്ടുള്ളത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തോല് പൊളിക്കാനൊന്നും വലിയ പ്രയാസമില്ല. എന്നാലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലുകൊണ്ട് ഒന്ന് ഇടിച്ചു കൊടുക്കുക. അത് അങ്ങ് ചതഞ്ഞു പോകാനൊന്നും പാടില്ല. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഒരുപാട് കൂടി പോവണ്ട. അപ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇഞ്ചിയും ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ പാസ്ത പോലത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചിലപ്പോൾ വെളുത്തുള്ളി മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇഞ്ചി മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വെക്കുന്നത്. അപ്പോൾ ഇഞ്ചിയിലേക്കും ഞാൻ ഓയിലും ഉപ്പും ചേർത്തിട്ടുണ്ട്. അതും നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ഇതൊരു 3 ആഴ്ചയോളം ഇതിൻ്റെ കളറൊന്നും മാറാതെ തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഉപ്പ് ഒരുപാട് കൂടി പോകാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. 2 ടേബിൾ സ്പൂണെങ്കിലും ഓയിൽ ഒഴിക്കുക. അതിപ്പോൾ വെളിച്ചെണ്ണ ആയാലും ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ആയാലും എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് പാസ്ത റെഡിയാക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചു വരട്ടെ. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 500 ഗ്രാം പാസ്തയാണ് ചേർക്കുന്നത്. ഇതുപോലെ ഷെല്ലിന്റെ ആകൃതിയിലുള്ള ഒരു പാസ്തയാണ് എടുക്കുന്നത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് കുറച്ച് ഓയിൽ ഒഴിക്കുന്നത്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം വെന്താൽ മതി. അത് അവിടെ ഇരുന്നിട്ട് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട 2 സവാള ക്ലീൻ ചെയ്തിട്ട് ചെറുതായി അരിഞ്ഞു വെക്കാം. പാസ്ത നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചാലും മതി. കുക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എടുക്കണം. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം എടുക്കാൻ നിന്നാൽ അത് വെന്ത് ഉടഞ്ഞു പോകും. പാസ്ത വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ ചിക്കനും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാമോളം ചിക്കനാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ സവാള ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ചൂടൊക്കെ ആറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എല്ലുണ്ടെങ്കിൽ എല്ലൊക്കെ മാറ്റിയിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചിക്കന് പകരം ബീഫിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഇതുപോലെ ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ ചിക്കൻ ഒരിക്കലും ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്നും ക്രഷ് ചെയ്തെടുക്കരുത്. ഓവറായിട്ട് ക്രഷായിട്ട് നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം നമ്മുടെ പാസ്ത ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരിപ്പൊന്നും എടുക്കാതെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഐഡിയ ഇതുപോലെ ചെയ്തെടുക്കുക. അതിൻ്റെ മൂടിയുടെ അടിയിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ മൂടി പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വെള്ളം വാർത്ത് കളയാം. അപ്പോൾ നമുക്ക് പാസ്ത ആണെങ്കിലും ഇനിയിപ്പോൾ റൈസ് ആണെങ്കിലും എന്താണെങ്കിലും നല്ല ഡ്രൈ ആയിട്ട് തന്നെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചില സമയത്തെങ്കിലും നമുക്ക് അരിപ്പൊക്കെ എടുക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് പ്രയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ട്രിക്ക്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചു. കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിച്ചത്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
സവാള വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, 4 ബീൻസും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും ബീൻസും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് പെപ്പർ തന്നെയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ നമ്മൾ വൈറ്റ് സോസ് പാസ്ത ആണല്ലോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആ വൈറ്റ് കളറ് ഒട്ടും പോവാതെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ബ്ലാക്ക് പെപ്പർ ചേർത്തുകൊണ്ട് അതിൻ്റെ കളറ് ഒരു ഇത്തിരി മാറിപ്പോവും. ഇനി മസാല നമ്മൾ വേവിച്ച് വെച്ച പാസ്തയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ പാസ്ത കംപ്ലീറ്റ് കുക്കല്ല, ഒരു 1/4 ഭാഗമേ ആയിട്ടുള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കുക, ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ കംപ്ലീറ്റ് ചൂട് പോയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒന്ന് പാല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടയായി പോവും. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഈ പാല് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കട്ടയായി പോകും. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുക. എരിവ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ചേർത്താൽ മതിയാവും. 1/4 ടീസ്പൂൺ അറബിക് മസാല കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈവിടാതെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി കിട്ടിക്കോളും. നേരത്തെ നമ്മൾ പാസ്ത ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക. ഈ വൈറ്റ് സോസിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള സോസ് കഴിക്കുന്ന സമയത്ത് ആവശ്യമുള്ളവർക്ക് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കി എടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ ഇത്രയും ലിക്വിഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതങ്ങ് വലിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോസ് കുറച്ച് മാറ്റി വെക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് അവരവരുടെ പ്ലേറ്റിൽ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ചൂടോട് കൂടെ തന്നെ ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റ് ഒന്നും ഇതിനുണ്ടാവില്ല. അപ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ സോസിൻ്റെ കളറ് മാറാൻ കാരണം ഞാൻ ബ്ലാക്ക് പെപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വൈറ്റ് പെപ്പറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല വെള്ള കളറിൽ തന്നെ ഈ സോസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഇപ്പോൾ ഏത് കുരുമുളക് ഉപയോഗിച്ചാലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.
നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു. ബൈ.